ഈ നാട്ടിൽ CAA നടപ്പാക്കില്ല. ഒരു കാരണവശാലും പൗരത്വ നിയമം എൻ്റെ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ച ഒരു വലിയ നേതാവാണ് മമത. ബംഗാളിൽ ഇങ്ങനെ എന്നും BJPക്കെതിരെ ഒരു ശക്തമായി ഒരു നിലപാടുമായി നിൽക്കുന്ന മമതാ ബാനർജി ഇപ്പോ ഒരു വലിയ പ്രസ്താവനയും പറഞ്ഞിരിക്കുന്നു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ബംഗാളിന്റെ മണ്ണിൽ അവതരിപ്പിക്കില്ല, അതിനൊരിടം കൊടുക്കില്ല എന്ന്. അതിന് വലിയ രീതിയിലുള്ള നിയമവശങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ ഒരു പൊതു നിയമം വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിനെ എങ്ങനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, ഒരു സംസ്ഥാനത്ത് എങ്ങനെ അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അതൊരു നിലപാടാണ്. BJPയുടെ അതിശക്തമായ ന്യൂനപക്ഷ വിരോധങ്ങൾക്കെതിരെ, അതിശക്തമായ മുസ്ലിം സമുദായത്തിനുള്ള കടന്നുകയറ്റത്തിനെതിരെ ഒരു നിലപാട് പറയാൻ ഇന്ത്യ മുന്നണിയിൽ മറ്റൊരു നേതാവ് പോലും ഇത്ര ശക്തമായ ഭാഷയിൽ പറയുന്നു നമ്മൾ കേൾക്കുന്നില്ല. മമത പറയുമ്പോൾ അതിനൊരു വലിയ മാനമുണ്ട്, വലിയ ശക്തമായ നിലപാടിൽ ഉറച്ച ഒരു ശബ്ദമാണത്. അങ്ങനെ മമത നിലപാട് പറയുകയാണ്. BJP ഒരുപക്ഷെ മമതയെ കൊണ്ട് ബംഗാളിൽ മാക്സിമം മുസ്ലിം പ്രീണനം, മുസ്ലിം അനുകൂല നിലപാടുകൾ എടുപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. കാരണം 2021 ബംഗാൾ തെരഞ്ഞെടുപ്പിലും വലിയ സീറ്റ് നേടി, 100-ലധികം സീറ്റ് നേടി ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞ് അവിടെ CPM ഇല്ല, അവിടെ കോൺഗ്രസ് ഇല്ല, BJPയാണ് മമതയുടെ ഏറ്റവും വലിയ എതിർ പക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും 2026 കേരളത്തോടൊപ്പം ബംഗാളും ഇങ്ങനെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചൂടുകളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും BJP വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ളതാണ്. മോദിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. വഖഫ് ഭേദഗതി ബിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് മറ്റുള്ളവരെല്ലാം നടത്തുക. ഞങ്ങൾ ഈ വഖഫ് ബിൽ കൊണ്ടുവന്നത് ശക്തമായി ഈ നാട്ടിലെ ഭൂമികൾക്ക്, ഈ നാട്ടിലെ സ്വത്തുക്കൾക്ക് വലിയ രീതിയിലുള്ള പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരാനാണ് എന്ന് മോദി പറയുമ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് മമതയുടെ ഈ ഒരു പരാമർശവും വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ മോദിക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ സ്വരമായി മമത മാറുന്നു എന്നുള്ളതാണ്. എന്തു തന്നെയായാലും 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ ഒരു എതിരാളിയായി മമത അവിടെ ഉണ്ടാവും. ന്യൂനപക്ഷങ്ങളുടെ വലിയ രീതിയിലുള്ള വോട്ട് ലക്ഷ്യമാക്കി തന്നെ മമത പ്രവർത്തിക്കും. എന്തു തന്നെ സംഭവിച്ചാലും ബംഗാളിൽ മമതയുടെ കാല് നടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല. ഇതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു നിലപാടുണ്ടാവുക. കോൺഗ്രസിനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. മൃദു ഹിന്ദുത്വ കയ്യിൽ വെക്കുമ്പോൾ പോലും നിലപാടില്ലാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ അതിനെ ഒഴിവാക്കി ശക്തമായ നിലപാട് പറഞ്ഞ് ആ നിലപാടാണ് എന്റെയും എൻ്റെ പാർട്ടിയുടെയും എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ ആ നിലപാടിനൊപ്പമുള്ളവർ കൂടെ നിൽക്കുമെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് മമതയുടെ ശക്തമായ പ്രതികരണങ്ങളും ബംഗാളിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളും.